സഞ്ജു സാംസൺ എന്താ ഇന്നിങ്സ് ക്ലാസിക്. നമ്മൾ ആ സ്കോർ ബോർഡിലേക്ക് നോക്കുമ്പോൾ മാത്രമാണ് ഇത് 50 ബോളിൽ നിന്നാണ് ഇത്രയും 97 നമുക്ക് അറിയാൻ കഴിയുക. അതായത് നമുക്ക് ആ അറ്റാക്കിങ് ആ ക്ലാസിക് ഇന്നിങ്സിൽ നമുക്ക് കാണാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. അത്ര അടിപൊളി. ഇത്രയും കാലം ഒരുപാട് സഞ്ജുവിനെ കുറ്റം പറഞ്ഞ ഒരുപാട് ആൾക്കാരാണ്. സത്യം പറഞ്ഞാൽ മലയാളികൾ സഞ്ജുവിനെ കുറ്റം പറയല്ല, സഞ്ജുവിനെ കളിയാക്കല്ല. സഞ്ജു തിരിച്ചു വരണം എന്ന് അതിയായി ആഗ്രഹിച്ച് കളി കാണുന്നവർ നിരാശരാകുമ്പോൾ ഉണ്ടാകുന്നൊരു ഫ്രസ്ട്രേഷനാണത്. അല്ലാതെ മലയാളികൾക്ക് സഞ്ജുവിനെ ഇഷ്ടമല്ലാണ്ടല്ല. എന്നാലും സൂപ്പർ ക്ലാസിക് ഇന്നിങ്സ്. ഈ ഒരു ഇന്നിങ്സിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും കാലം വെയിറ്റ് ചെയ്യുന്നത്. സാധാരണ നമുക്കറിയാം സഞ്ജുവിന് 3 സെഞ്ചുറി ഉണ്ട് നിലവിൽ. പക്ഷേ വേൾഡ് കപ്പ് പോലുള്ള ഒരു ടൂർണമെൻറ്റിൽ അതും ജയിച്ചിട്ടില്ലെങ്കിൽ പുറത്താകുന്ന ഉറപ്പുള്ള ഒരു കളിയിൽ സഞ്ജുവിൻ്റെ യഥാർത്ഥ ഇന്നിങ്സ്. ബാക്കി വന്നവരൊക്കെ നമ്മുടെ പ്രഷർ കുറക്കാൻ വേണ്ടിയിട്ട് എനിക്കും അത്ര തന്നെ ആഗ്രഹം ഉണ്ടായിരുന്നുള്ളൂ. വരുന്നവരൊക്കെ ഒരു 6ഉം 4ഉം അടിച്ചിട്ട് ടീമിന് അത്യാവശ്യം കോൺട്രിബ്യൂട്ട് ചെയ്യാനുള്ളത് കോൺട്രിബ്യൂട്ട് ചെയ്യുക എന്നുള്ള ഒരൊറ്റ ആഗ്രഹമേ എനിക്കും ഉണ്ടായിരുന്നുള്ളൂ. അതെല്ലാവരും അടിപൊളിയായിട്ട് ചെയ്തു. വന്നവരൊക്കെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തത് മാത്രമല്ല സഞ്ജുവിൻ്റെ കയ്യിൽ തന്നെ എനിക്കും അതന്നെ ആശ ഉണ്ടായിരുന്നു. അവസാനത്തെ വിന്നിങ് ഷോട്ട് സഞ്ജുൻ്റെ എന്ന് വരണം. കാരണം ഇത്രയും കാലം കളിയാക്കിയവരല്ലെങ്കിൽ അകറ്റി നിർത്തിയവർക്കുള്ള ഒരു മറുപടി, എസ്പെഷ്യലി BCCIക്കൊക്കെ ഉള്ള ഒരു മറുപടി ആവണം. അതുപോലെ വെസ്റ്റ് ഇൻഡീസ് നമുക്കറിയാം 2016 നമ്മളൊക്കെ കരയിപ്പിച്ചതാണ്. അതിന് 2026 10 വർഷം കഴിഞ്ഞിട്ടുള്ള ഒരു പകരം വീട്ടിൽ. അങ്ങനെ എല്ലാം കൊണ്ടും നമുക്ക് നല്ല സന്തോഷിക്കേണ്ട ദിവസമാണ്. ഇനി കുറച്ച് കാലം സഞ്ജു സാംസൺ എന്നുള്ള ആ ഒരു നെയിം ഇന്ത്യൻ ടീമിൻ്റെ ഒപ്പം ഉണ്ടാവും. ഈ ഒരു ഇന്നിങ്സിന് വേണ്ടിയിട്ട് കാത്തിരിക്കായിരുന്നു. അതായത് സഞ്ജുവാണ് ആ കളിയുടെ ഏറ്റെടുത്തത്. ഓരോരുത്തരും ഓരോ ടീം മെമ്പേഴ്സും എത്ര സീനിയേഴ്സ് ആണെങ്കിലും പാണ്ഡ്യനെ പോലുള്ള ഒരുപാട് സീനിയേഴ്സ് ആളുകളാണെങ്കിൽ കൂടി ബാറ്റ് ചെയ്യാൻ വരുമ്പോൾ അവർക്കുള്ള നിർദ്ദേശം കൂടി കൊടുത്ത് അവരെയും കൂടി എങ്ങനെ കളി മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള നിർദ്ദേശം കൊടുത്തിട്ട് കളി മുന്നോട്ട് നീക്കായിരുന്നു. എന്തായാലും അടിപൊളി, കണ്ണും മനസ്സും നിറഞ്ഞ ഒരു ദിവസമാണെന്ന്. സഞ്ജു കുപ്പായമാണത്, നിറങ്ങൾ മങ്ങുകില്ല കട്ടായം. ലോകമെങ്ങുമുള്ള മലയാളികളുടെ കിനാവ് കൊണ്ട് കെട്ടിയ കൊട്ടാരത്തിൽ സഞ്ജു സാംസൺ നിങ്ങൾ തന്നെ രാജാവ്. മലയാളി ഫ്രം ഇന്ത്യ.